നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപന കൺവെൻഷൻ പേരാമ്പ്രയിൽ നടന്നു. UDF നിയോജക മണ്ഡലം കൺവീനർ ജോസുകുട്ടി സ്ഥാനാർത്ഥികളെ ഹാരാർപ്പണം നടത്തി. UDF കേരള കോൺഗ്രസിന് അനുവദിച്ച കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത്, പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതായി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വർഷങ്ങളായി നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ പേരാമ്പ്രയിൽ സാന്നിധ്യമുണ്ടായിരുന്ന കേരള കോൺഗ്രസ് 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തങ്ങളുടെ ശക്തി കേന്ദ്രമായ പേരാമ്പ്രയിൽ സ്ഥാനാർത്ഥികളുമായി രംഗത്ത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പേരാമ്പ്ര ഡിവിഷൻ, പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് മുതുകാട് ഡിവിഷൻ എന്നിവിടങ്ങളിലാണ് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നത്. പേരാമ്പ്ര ജില്ലാ ഡിവിഷനിൽ കേരള യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിവിൻ ജോസ് എന്ന ഷിനോയ് അടക്കാപ്പാറയാണ് മത്സര രംഗത്തിറങ്ങുന്നത്. കേരള വനിതാ കോൺഗ്രസ് പേരാമ്പ്ര നിയോജക മണ്ഡലം പ്രസിഡന്റ് ലിജി ഷിജുവിനെയാണ് മുതുകാട് ഡിവിഷൻ പിടിച്ചെടുക്കാൻ കളത്തിലിറക്കിയിരിക്കുന്നത്. പേരാമ്പ്ര നിയോജകമണ്ഡലം എല്ലാ പഞ്ചായത്തുകളിലും സ്ഥാനാർത്ഥി നിർണയം ഏകദേശം പൂർത്തിയായിക്കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി പേരാമ്പ്രയിൽ ഇപ്പോൾ ഇവിടെ നിർത്തിയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ ശക്തമായി പ്രവർത്തന രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. 2 സ്ഥാനാർത്ഥികളെ എന്തിനു വേണ്ടി വിജയിപ്പിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ തന്നെ വളരെ ഗൗരവത്തോടെ ആലോചിച്ചുകൊണ്ടാണ് വോട്ടർമാർ രംഗത്തിറങ്ങിയത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 50 വർഷക്കാലമായി കേരള സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൂർണ്ണമായും ഭരണരംഗത്ത് പരാജയപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഐക്യ ജനാധിപത്യ മുന്നണി ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നേടുന്നത്. പേരാമ്പ്രയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് PM ജോർജ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. വാർത്താ സമ്മേളനത്തിൽ UDF നിയോജക മണ്ഡലം ചെയർമാൻ TK ഇബ്രാഹിം, കൺവീനർ K ജോസുകുട്ടി, കേരള കോൺഗ്രസ് സംസ്ഥാന ഉന്നതാധികാരി സമിതി അംഗം ഹെലൻ ഫ്രാൻസിസ്, സംസ്ഥാന സെക്രട്ടറിമാരായ CJ ടെന്നിസൺ, TJ റോയി, വിജയൻ ചാത്തോത്ത്, രാജീവ് തോമസ്, ബാബു തത്തക്കാടൻ, ആവള ഹമീദ്, TP ചന്ദ്രൻ, സുരേഷ് വാളൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.